ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി പോയിന്റ്. ഇപ്പം നമ്മൾ നദികളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാലിയാർ നദിയെക്കുറിച്ചാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചാലിയാർ നദീനെ കുറിച്ച് നോക്കാം. ചാലിയാറിൻ്റെ ആകെ നീളം 169 കിലോമീറ്റർ. ഉത്ഭവസ്ഥാനം ഇളമ്പല്ലേരി കുന്നുകൾ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയാണ് ചാലിയാർ. അതേപോലെ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് ചാലിയാർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നു ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി കൂടിയാണ്. ചാലിയാറിന്റെ പ്രധാന പോഷക നദികൾ ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ പതിക്കുന്ന കടൽ അറബിക്കടൽ. വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള. വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള. ഈ ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി കെ.എ. റഹ്മാൻ. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ.എ. റഹ്മാൻ. കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി കൂടിയാണ് ചാലിയാർ പുഴ. ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഗോളിയാർ റയോൺസ് ഫാക്ടറിയാണ്. മാവൂരിലുള്ള ഗോളിയാർ റയോൺസ് ഫാക്ടറിയാണ് ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ചാലിയാറിന്റെ തീരത്താണ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചാലിയാറിനെ കുറിച്ചുള്ളത്. നീളം 169 കിലോമീറ്റർ, ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി, ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ചാലിയാർ പതിക്കുന്ന കടൽ അറബിക്കടലാണ്. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹളയാണ് ചാലിയാർ ലഹള. അതിന് നേതൃത്വം നൽകിയ വ്യക്തി കെ.എ. റഹ്മാൻ. നമ്മുടെ ഈ ചാലിയാർ പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി. ഇതിൻ്റെ മലിനീകരണത്തിന് കാരണം ഗോളിയർ റയോൺസ് ഫാക്ടറി, മാവൂർ. അപ്പോൾ അത്രയും ഫാക്റ്റാണ് നമുക്ക് ചാലിയാറിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.